നമസ്കാരം. 5 ദ സെക്കൻഡ് ലൈഫ് ഓഫ് ബുക്സ്. കുട്ടികൾ ഇക്കാലത്ത് ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ കാണുന്ന ആളാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗത്തെ അതികായൻ, സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരു വിദഗ്ധൻ. ഇങ്ങനെയൊക്കെയുള്ള എലോൺ മസ്ക് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ചില ഡ്രീം പ്രോജക്ട്സുകളുണ്ട്, നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന പ്രോജക്റ്റുകൾ. ചൊവ്വയിലേക്ക് 2030 ശേഷം നമുക്ക് യാത്ര ചെയ്യാവുന്ന സ്പേസ് ഷട്ടിലുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നതിൽ ഒരു കാര്യം. ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട് 2050 ചൊവ്വയിൽ നമുക്ക് പോയി താമസിക്കാവുന്ന വലിയ മെട്രോ സിറ്റികൾ പണിയുന്നതിനെക്കുറിച്ച്, അവിടെ ആളുകൾ 2050 ശേഷം വസിക്കുന്നതിനെക്കുറിച്ചൊക്കെ എലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സ്പേസ് ടെക്നോളജിയിൽ സഞ്ചരിക്കുന്നതിനും അവിടെ വലിയ പ്രോജക്ട്സുകൾ നടപ്പിലാക്കുന്നതിന് ശ്രമിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഇക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രകൃതിയുമായി ഒത്തിണങ്ങിയിട്ടുള്ള വാതകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വാഹന യാത്രാ സൗകര്യങ്ങൾ ടെസ്ല അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റാണ്. ഒരുപക്ഷെ അത് ലോകത്താകമാനം ഇന്നുണ്ടാക്കുന്ന വലിയ ചലനങ്ങൾ. ഒപ്പം അദ്ദേഹം പറയുന്ന മറ്റു ചില ഡ്രീം പ്രോജക്ട്സ്, ഈ പ്രോജക്ട്സുകളൊക്കെ കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ പുതിയ കാലത്ത് മുന്നോട്ട് വെക്കുന്ന ഇത്തരം ഭ്രാന്തൻ സ്വപ്നങ്ങൾ, എങ്ങനെയാണ് ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്നത് എന്ന് അത്ഭുതപ്പെടുത്താറുണ്ട് പലരെയും. ഒരു പത്രപ്രവർത്തകൻ എലോൺ മസ്കിനോട് ചോദിക്കുന്നുണ്ട്, ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച്, ചൊവ്വയിൽ ആളുകൾ താമസിക്കുന്നതിനെക്കുറിച്ച്, ഒരു ബഹുഗൃഹ വാസ ജീവികളായിട്ട് മനുഷ്യർ മാറുന്നതിനെക്കുറിച്ച്, ഈ ട്രാൻസ്പോർട്ടേഷനിലെ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ പുത്തൻ പ്രോജക്റ്റുകൾ, പുത്തൻ ഡ്രീമുകൾ, മറ്റാരും ചിന്തിക്കാത്ത സ്വപ്നങ്ങൾ കാണാൻ താങ്കളെ ആരാണ് പ്രേരിപ്പിച്ചത്? എങ്ങനെയാണ് താങ്കൾക്ക് ഇത്തരം ചിന്തകൾ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ രചയിതാവ് ഐസക് അസിമോവാണ്. പുസ്തകത്തിൻ്റെ പേര് ഫൗണ്ടേഷൻ. ഒരു സയൻസ് ഫിക്ഷൻ ബുക്കാണത്. 3 ഭാഗങ്ങളായി പൂർത്തിയാക്കപ്പെട്ട ഒരു പുസ്തകം. വളരെ അത്ഭുതത്തോടെയും ജിജ്ഞാസയോടെയും കൂടിയും മാത്രമേ നമുക്ക് ആ പുസ്തകത്തെ വായിക്കാൻ കഴിയൂ. ലോകത്തിൽ ഇന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഭ്രാന്തൻ ചിന്തകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്വപ്നങ്ങൾ മുന്നോട്ട് വെക്കുന്ന എലോൺ മസ്കിനെ ഇൻസ്പയർ ചെയ്തത് ഒരു പുസ്തകമാണത്രേ. ഈ പുതിയ കാലത്ത് ടെക്നോളജിയും എഐയും ഒക്കെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പുസ്തകങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ കാലത്തെ ഏറ്റവും വില കൂടിയ താരം, ഒരു സൂപ്പർ സ്റ്റാർ, ലോകത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിൽ ഒരാൾ, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനെ ഉണർത്തിയത് പുസ്തകമാണെന്ന്. തീർച്ചയായിട്ടും ഇത്തരം ഒരു ചിന്ത ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളുമൊക്കെ ഈ മേഖലയിൽ ചില പരീക്ഷണങ്ങൾ നടത്തി ചില റിസൾട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുസ്തകങ്ങൾക്ക്, അച്ചടിച്ച കടലാസിലെ പുസ്തകങ്ങൾക്ക് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ബ്രെയിനിനെ ഉണർത്താൻ കഴിയും, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ കഴിയും. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള വസ്തു ക്രിയേറ്റിവിറ്റിയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലെ ബിരുദങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ തലയിലുള്ള പുത്തൻ ചിന്തയ്ക്കാണ് ഇന്ന് ഡിമാൻഡ്. ലോകം ഇന്ന് ആവശ്യപ്പെടുന്നത് പുത്തൻ ചിന്തയാണ്. പുത്തൻ ചിന്ത, പുത്തൻ ആലോചനകൾ, പുത്തൻ ഐഡിയ, ക്രിയേറ്റീവായിട്ടുള്ള ഇത്തരം, ഒരർത്ഥത്തിൽ ഇന്ന് അതിന് പറയുക ഡിസ്റപ്റ്റീവ് ക്രിയേറ്റിവിറ്റി എന്ന് പോലും പറയാറുണ്ട്. അത്തരം ഒരു ആശയം കൊണ്ടുവരാൻ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. പുസ്തക വായനയെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്.
തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ലിവിംഗ് ലീഫ് പബ്ലിഷേഴ്സ് എന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കിയത് പുതിയ കാലത്ത് പുസ്തക വായനയിൽ നിന്ന് കുഞ്ഞുങ്ങളും മുതിർന്നവരും അകലുന്നതിൻ്റെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുസ്തക വായനയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളിലേക്കും മുതിർന്നവരിലേക്കും കൊടുക്കാൻ കഴിയുമോ? അത്തരം ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ലിവിംഗ് ലീഫ് പബ്ലിഷേഴ്സ് ചില പുസ്തകങ്ങളുമായിട്ട് പുറത്തേക്ക് വന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നിൽക്കുന്നത് വളരെ അത്ഭുതമെന്ന് പറയാവുന്ന വലിയ അത്ഭുത കാഴ്ചകളിലൊന്നുമല്ല. പക്ഷെ ചെറുതെങ്കിലും ചെറിയ ചില അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ ലിവിംഗ് ലീഫിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുഞ്ഞുമാലാഖയുടെ ദൈവകഥകൾ എന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ബൈബിൾ എന്ന ഗ്രന്ഥത്തെ ഒരു സാഹിത്യ രൂപമായിട്ട് പല ഭാഷകളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ സങ്കടമെന്ന് പറയേണ്ടു, അതിൻ്റെ ഒരു സാഹിത്യ രൂപം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചിന്ത ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ബാലശാസ്ത്ര സാഹിത്യകാരനായ പ്രൊഫസർ എസ് ശിവദാസ് സാറുമായി പങ്കുവച്ചു. 300-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തും ശ്രദ്ധേയനായ, ഇന്ത്യക്ക് പുറത്തും ശ്രദ്ധേയനായ ശിവദാസ് സാർ ഈ ഒരു ആലോചനയോട് ചേർന്ന് നിൽക്കുകയും ഏതാണ്ട് 9 മാസത്തോളം വീട്ടിൽ നിന്ന് മാറി വസിച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തി ബൈബിളിൻ്റെ ഒരു സാഹിത്യ രൂപം രൂപപ്പെടുത്തുകയും ചെയ്തു. അതാണ് കുഞ്ഞുമാലാഖയുടെ ദൈവകഥകൾ. ആ പുസ്തകത്തിന് ലോകത്തിൻ്റെ ഏത് ഭാഷയിലും ഏത് ആളുകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ, ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആർട്ട് ഫോം, അതിൻ്റെ ഇലുസ്ട്രേഷൻസ്, വെങ്കി എന്ന പ്രശസ്തനായ ചിത്രകാരൻ അതിന് ചിത്രങ്ങൾ രചിച്ചു. ആ പുസ്തകത്തിന് അതിൻ്റെ അവതാരിക നിർവഹിച്ചത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതി ടീച്ചറായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒരു പഠനം നിർവഹിച്ചത് ലോകപ്രശസ്ത വേദപണ്ഡിതനായ ഫാദർ ഡോക്ടർ കെ എം ജോർജ് അച്ഛനായിരുന്നു. ഈ പുസ്തകം വായനയോടൊപ്പം കേൾക്കാൻ കൂടി കഴിയുന്ന തരത്തിൽ രൂപപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുകയും ബബിത ജേക്കബ് എന്ന സ്റ്റോറി ടെല്ലറെ കൊണ്ട് ഇതിന് ഒരു ഓഡിയോ രൂപപ്പെടുത്തി അതും കൂടി ഉൾപ്പെടുത്തിയാണ് പുസ്തകം പുറത്തേക്ക് വന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷനിൽ വ്യത്യസ്തമായൊരു പരീക്ഷണം കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിന്റിംഗ് മഷീനിൽ ഈ പുസ്തകത്തിന് ഒരു സുഗന്ധം കിട്ടുന്ന രീതിയിൽ ഒരു പെർഫ്യൂം കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ പുസ്തകം പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന, മുതിർന്നവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റോസാപ്പൂവിൻ്റെ സുഗന്ധമുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞങ്ങൾ കുഞ്ഞുമാലാഖയുടെ ദൈവകഥകളെ പുറത്തേക്ക് ഇറക്കിയത്. തുടർന്ന് ഇതുവരെ 160ഓളം പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചിന്ത, ഓരോ പുസ്തകവും വളരെ ആദരവോടെ പുസ്തകത്തെ സമീപിക്കാൻ ഒരു വായനക്കാരന് കഴിയണം എന്ന ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ചില പരീക്ഷണങ്ങൾ ഈ പുതിയ കാലത്ത് വായനയുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തിലാണ് ഒരു പുസ്തക പ്രൊജക്റ്റ് ദ സെക്കൻഡ് ലൈഫ് ഓഫ് ബുക്സ് എന്ന പേരിൽ ഞങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ തുടക്കഘട്ടത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ, പുതിയ കുഞ്ഞുങ്ങൾ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന തിരക്കിലാണ്. ഈ പുതിയ യുഗത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പുസ്തകത്തെ സമീപിക്കേണ്ടത്? നമ്മുടെ പരമ്പരാഗതമായ സംവിധാനങ്ങൾക്കപ്പുറത്ത് ചില കാര്യങ്ങൾ ഉണ്ടാവേണ്ടതില്ലേ? ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പുസ്തകങ്ങളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒപ്പം സിനിമയുമായി കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുസ്തകങ്ങളെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി ലിവിംഗ് ലീഫ് ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2023 തുടക്കത്തിൽ മലയാളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റൈറ്ററെ ലിവിംഗ് ലീഫ് അവതരിപ്പിച്ചത്. ഐസോപ്പ് എന്ന പേരിൽ ഒരു എഴുത്തുകാരൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉള്ള ഒരു എഴുത്തുകാരൻ. ആ എഴുത്തുകാരൻ്റെ ആദ്യ സൃഷ്ടി ഞങ്ങൾ പുറത്തിറക്കിയത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത
നൻപകൽ നേരത്തു മയക്കം എന്ന സിനിമയുടെ ഒരു രണ്ടാം ഭാഗം, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, അതിൻ്റെ ബാക്കി പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഞങ്ങൾ ഐസോപ്പ് വഴി പുറത്തേക്ക് കൊണ്ടുവന്നത്. തുടർന്നുള്ള നാളുകളിൽ പുസ്തക വായനയുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും സിനിമയും കൂടി ചേർത്തുകൊണ്ട് ഒരു വിഷ്വൽ അഡ്വഞ്ചറായി ഓരോ പുസ്തകത്തെയും മാറ്റുക എന്നതാണ് ലിവിംഗ് ലീഫ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പുസ്തക വായനയിലൂടെ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് വിഷ്വൽ സെൻസ് വളരെ കൂടുതലാണ്. അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ പോസിറ്റീവ് സൈഡുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുസ്തകങ്ങളെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക, അതിലൂടെ കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാൻ കഴിയുക, ലോകത്തിന് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ജനറേഷനെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളിയാവുക. ലിവിംഗ് ലീഫ് മുന്നോട്ട് വെക്കുന്നത് ഇത്തരം ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ മുഴുവൻ പേരുടെയും പിന്തുണ, എഴുത്തുകാർ, സിനിമാ പ്രവർത്തകർ, കുഞ്ഞുങ്ങൾ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, മാതാപിതാക്കൾ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇത്തരം ഒരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ കാലത്തെ കുഞ്ഞുങ്ങൾ വളരെ ക്രിയേറ്റീവാണ്, നല്ല വിഷ്വൽ സെൻസ് ഉള്ള കുഞ്ഞുങ്ങളാണ്, നല്ല വാല്യൂ കോൺഷ്യസ് ഉള്ള കുഞ്ഞുങ്ങളാണ് പുതിയ തലമുറ, നല്ല ഹരിത ചിന്തകളുള്ളവരാണ് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും മികച്ച പ്രതിഭകളാക്കി ഓരോ രംഗത്തും അവർ തെളിക്കുന്ന വെളിച്ചങ്ങളുടെ പിറകെ മുതിർന്നവർക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ ലോകത്തെ നയിക്കാൻ കഴിയണം. അതിനുള്ളൊരു തുടക്കം എന്ന നിലയിലാണ് സെക്കൻഡ് ലൈഫ് ഓഫ് ബുക്സ് എന്ന പേരിൽ ലിവിംഗ് ലീഫ് പുസ്തകങ്ങളെ കാണുന്നത്, അത്തരമൊരു ചിന്തയിലേക്ക് നീങ്ങുന്നത്. തീർച്ചയായും ഇത്തരം സ്വപ്നങ്ങളുടെ വഴിയിൽ പങ്കാളിയാവാൻ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ചില അനുഭവങ്ങളുടെ, അതേപോലെ കണ്ട ചില കാഴ്ചകളുടെ ചെറിയ അവതരണങ്ങൾ, അതിൻ്റെ ഒന്നാമത്തെ ഫേസ് ഈ 5ാമത്തെ ഭാഗത്തോടു കൂടി അവസാനിപ്പിക്കുന്നത്. ഏറെ നന്ദി, സ്നേഹം.